നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് അഭിനന്ദനങ്ങൾ നേർന്ന കോൺഗ്രസ് MP ശശി തരൂരിന് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം. കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തിരുന്നില്ല. ക്ഷണിക്കാത്തത് കൊണ്ടാണ് പ്രചരണത്തിന് എന്നായിരുന്നു ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ തരൂരിന്റെ പോസ്റ്റിന് താഴെ കണക്കിന് കൊടുത്തിരിക്കുകയാണ് പോസ്റ്റ് കണ്ട വിമർശകർ. ക്ഷണിച്ചിട്ടാണോ താങ്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്? താങ്കൾ ഒഴികെയുള്ള മുഴുവൻ UDF നേതാക്കളും അഹോരാത്രം പണിയെടുത്ത് നേടിയ വിജയം. ഷൗക്കത്തിന്റെ വിജയം മോദിയുടെ മികവാണെന്നു കൂടി പറയൂ. ഹോ ഭാഗ്യം, ജയിച്ചതറിഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചത് നിങ്ങളോട് വിളിച്ചു പറയാനിരിക്കെയായിരുന്നു. അല്ലെങ്കിൽ നാളെ എന്നോട് ആരും പറഞ്ഞില്ല എന്ന് പറയും. വിശ്വപൗരൻ കേരളത്തിൽ ഒരു ചുക്കുമല്ല എന്ന് തെളിഞ്ഞില്ലേ? മോദി സ്തുതി പാഠകരുടെ അഭിനന്ദനങ്ങൾ കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നില്ല തുടങ്ങി രൂക്ഷമായ വിമർശനങ്ങളാണ് ശശി തരൂരിന്റെ അഭിനന്ദന പോസ്റ്റിന് താഴെയുള്ളത്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടും സംസ്ഥാനത്തെ MP ആയ ശശി തരൂർ വരാതിരുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ശശി തരൂരിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം വിദേശത്താണ് എന്ന മറുപടിയാണ് UDF നേതൃത്വം നൽകിയിരുന്നത്. എന്നാൽ നിലമ്പൂരിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു മിസ്ഡ് കോൾ പോലും ലഭിച്ചിട്ടില്ലെന്നും ക്ഷണിക്കാതെ ഒരിടത്തും പോകാറില്ലെന്നുമാണ് ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്. UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനായി അങ്ങനെയൊരു പ്രത്യേക ക്ഷണം വേണോ എന്ന ചോദ്യത്തിന് ക്ഷണിക്കാതെ നേതാക്കളാരും പോകാറില്ലെന്നായിരുന്നു തരൂരിന്റെ മറുപടി. അതേസമയം ക്ഷണിച്ചില്ലെന്ന ശശി തരൂർ MPയുടെ വാദം തെറ്റെന്ന് തെളിയിച്ച് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ താരപ്രചാരകരുടെ പട്ടിക പുറത്തു വന്നിരുന്നു. KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെയുള്ള 40 പേരുടെ പട്ടികയിൽ 8ാമതാണ് ശശി തരൂരിന്റെ പേര്. തുടർച്ചയായി മോദി സ്തുതി പാടുന്ന ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ്. അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലത്തിൽ മുഖ്യമന്ത്രി മൗനത്തിലാണ്. ഫലം വന്ന ഇതുവരെ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഫലം ഭരണവിരുദ്ധ വികാരത്തിന്റെ തുടക്കമാണെന്ന വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട്. ഫലം ഉയർത്തി ഭരണമാറ്റമെന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള പ്രചരണം UDF അഴിച്ചുവിടും. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്ത് പറയാനുണ്ട്? അറിയാൻ കാത്തിരിക്കേണ്ടി വരും. ഇന്നലെ ഫലം വന്ന ശേഷം മാധ്യമങ്ങളോടോ സമൂഹ മാധ്യമങ്ങൾ വഴിയോ മുഖ്യമന്ത്രി അതേക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. ഇത്രയും സമയം കഴിഞ്ഞ സ്ഥിതിക്ക് സോഷ്യൽ മീഡിയ പ്രതികരണത്തിന് ഇനി സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ അടുത്തൊരു വാർത്താ സമ്മേളനം വരെ കാത്തിരിക്കേണ്ടി വരും. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചോ എന്ന ചർച്ച പാർട്ടിക്കകത്തും ഉയരുന്നതായാണ് വിവരം. UDFന്റെ 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനൊപ്പം അൻവർ പിടിച്ച 20,000-ഓളം വോട്ട് അതാണ് സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ വെള്ളിയാഴ്ച നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിച്ച തെറ്റുതിരുത്തൽ നടപടികൾ എത്രത്തോളം ഫലവത്തായി എന്ന പരിശോധനയും ഉണ്ടാകും. അതേസമയം നിലമ്പൂരിലെ മിന്നും വിജയം ഭരണമാറ്റത്തിനുള്ള സൂചനയായാണ് UDF കാണുന്നത്. സംസ്ഥാനത്ത് കനത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും UDF ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. ഇത് പരമാവധി പ്രചരിപ്പിക്കാനാണ് തീരുമാനം. ഒപ്പം കരുത്ത് തെളിയിച്ച സാഹചര്യത്തിൽ PV അൻവറുമായി സഹകരിക്കുന്നതിൽ UDFൽ വീണ്ടും ചർച്ചകളും ഉയരും. രമേശ് ചെന്നിത്തലയുടെയും സണ്ണി ജോസഫിന്റെയും പ്രസ്താവനകൾ അതാണ് തെളിയിക്കുന്നത്.